ഹായ് ഫ്രണ്ട്സ്, മോംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല കാറ് മുറയെന്നുള്ള ഒരു അടിപൊളിയായിട്ടുള്ളൊരു വറ്റലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ചക്ക വറ്റലിൽ തന്നെ തോൽപ്പിക്കുന്ന തരത്തിലുള്ള നല്ല ടേസ്റ്റുള്ളൊരു വറ്റൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് മത്തൻ്റെ തോട് ഇവിടെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് വച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് മഞ്ഞൾപ്പൊടിയിലൊക്കെ ഇട്ട് വെച്ച് നല്ലപോലെ കഴുകി വെള്ളമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ദാണ്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഒരുപാട് ദശയോട് കൂടി തോട് കട്ട് ചെയ്തെടുക്കരുത്. അപ്പോൾ പിന്നെ നല്ലപോലെ മുരിഞ്ഞ് കിട്ടത്തില്ല. തോട് മാത്രമായിട്ട് എടുക്കുന്ന ഏറ്റവും നല്ലത്. അപ്പോൾ ഇനി നമുക്കത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് വറുത്തെടുക്കാം. അപ്പോൾ നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണയിൽ വറുക്കാം. വെളിച്ചെണ്ണയിലാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. എണ്ണ ചൂടായതിനു ശേഷം ഇത് കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഒരുപാട് എണ്ണ വെച്ച് വയ്ക്കുവാണെങ്കിൽ ഒറ്റ ട്രിപ്പിലൊക്കെ നമുക്ക് വറുത്ത് കോരി എടുക്കാം. അപ്പോൾ ഒരുപാട് എണ്ണ വീണ്ടും വീണ്ടും തിളപ്പിച്ച് ഉപയോഗിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇച്ചിരി എണ്ണ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം. തീ കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും പെട്ടെന്ന്, അകത്തൊന്നും മൊരിയത്തുമില്ല. അപ്പോൾ അതനുസരിച്ച് തീ നോർമൽ ഇതിൽ വയ്ക്കുക. അപ്പോൾ അതാ കണ്ടല്ലോ, ഇതുപോലെ നല്ലപോലെ കിലുകിലാന്നുള്ള ശബ്ദം കേൾക്കത്തില്ല. ആ പരുവാകുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. വീണ്ടും ഞാൻ ഇരിക്കുന്നതെല്ലാം അതുപോലെ വറുത്ത് കോരി എടുക്കുവാണ്. അപ്പോൾ വേറെ എന്തോ പറയണ്ടേ, നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് തോല ആയതുകൊണ്ട് ചിലപ്പോൾ എല്ലാവർക്കൊക്കെ മടിയൊക്കെ തോന്നും. അപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇട്ട് അതിനകത്ത് കുറച്ച് നേരം ഒന്ന് കുതിർത്ത് വയ്ക്കുക. അതിന് ശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക. നല്ലപോലെ കഴുകി എടുത്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് നമുക്ക് വറുത്ത് കോരി മാറ്റാം. അപ്പോൾ മീഡിയത്തിൻ്റെയും ലോയുടെയും ഇടയ്ക്കിടുക. ഒരുപാട് എണ്ണ ചൂടായി കഴിയുമ്പോൾ മീഡിയത്തിലാക്കി വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ വറുത്ത് കോരി എടുക്കുക. അപ്പോൾ നമ്മുടെ വറ്റലെല്ലാം ഇവിടെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിനായിട്ട് ഒരു ശകലം ഉപ്പ് പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടി, ഇനി ഇച്ചിരി കായപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇച്ചിരി കായപ്പൊടി മതി, ഇപ്പോൾ അളവ് പറയാനൊന്നുമില്ല, ഇച്ചിരിയേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള കായപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള വറ്റൽ ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് കുലുക്കി കൊടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ ഒന്ന് എല്ലാ സ്ഥലത്തും മുളക് പൊടിയും ഉപ്പും കായപ്പൊടിയൊക്കെ നല്ലപോലെ മിക്സാക്കി കിട്ടണം. അതുവരെ അതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് കണ്ടല്ലോ, ഇനി കട്ടൻ്റെ കൂടെയോ ചായയുടെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു നല്ല മണത്തിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് അത് കാണാനും കൂടെ ഒരു ഇത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കറിവേപ്പിലയും കൂടെ വറുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള എന്താ പറയുന്നത്, ചക്ക വറ്റലിനേക്കാളും നല്ല രുചിയുള്ള നമ്മുടെ മത്തങ്ങ തോട് കൊണ്ടുള്ള വറ്റൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ, നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നിങ്ങൾ ചാനൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോവല്ലേ. ലൈക്ക് ചെയ്യാതെ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ലൈക്ക് ഒരുപാട് കുറവാണ്. അപ്പോൾ കാണുന്ന എൻ്റെ കൂട്ടുകാരെല്ലാം, എന്നോട് സ്നേഹമുള്ളവരെല്ലാം ഒന്ന് ലൈക്ക് കൊടുക്കണേ. അപ്പോൾ കണ്ടല്ലോ, നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത് ഉള്ള ഒരു വറ്റൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ മഴ സമയം, ഇപ്പം മഴയല്ലേ, 2 ദിവസം കൊണ്ട് വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മഴയത്ത് ഇതുപോലെ പെട്ടെന്ന് വറ്റലൊക്കെ ഒന്ന് തിന്നണമെന്ന് തോന്നുവാണെങ്കിൽ മത്തങ്ങ ഉണ്ടെങ്കിൽ അതിൻ്റെ തോടൊന്ന് അരിഞ്ഞ് ഇതുപോലെ വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് ചെയ്ത് നോക്കുക, ഒന്ന് കഴിച്ച് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. ബായ്.